യുവജന കമ്മീഷൻ ജില്ലാതല അദാലത്ത് 9 കേസുകൾ തീർപ്പാക്കി. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറിന്റെ അധ്യക്ഷതയിൽ ജില്ലാതല അദാലത്ത് സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ ആകെ 17 കേസുകൾ പരിഗണിച്ചു. 9 കേസുകളിൽ പരിഹാരമായി. 8 കേസുകൾ അടുത്ത സിറ്റിംഗിനായി മാറ്റിവെച്ചു. പുതിയ 3 പരാതികൾ സ്വീകരിച്ചു. മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ കായംകുളത്തെ സ്റ്റഡി സെന്ററിൽ 2017 അഡ്മിഷനെടുത്ത വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പൂർത്തിയാക്കിയിട്ടും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്ത പ്രശ്നത്തിന് കമ്മീഷന്റെ ഇടപെടലിൽ പരിഹാരമായി. മാർച്ച് 31-നകം വിദ്യാർത്ഥിക്ക് സർട്ടിഫിക്കറ്റ് നൽകും. സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ, യുവജനങ്ങളിലെ ആത്മഹത്യാ പ്രവണത തുടങ്ങിയ വിഷയങ്ങളും കമ്മീഷൻ പരിഗണിച്ചു. യുവജനങ്ങളുടെ മാനസികാരോഗ്യം ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു. കമ്മീഷൻ അംഗം ആർ രാഹുൽ, സെക്രട്ടറി ഡാർലി ജോസഫ്, ലീഗൽ അഡ്വൈസർ വിനിത വിൻസെന്റ്, അസിസ്റ്റന്റ് പി അഭിഷേക് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിനാകെ പരിഗണിച്ച കേസ് 17 എണ്ണമാണ്. പരിഹരിച്ചത് 9 കേസുകളാണ്. അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചത് 8 കേസുകളാണ്. പുതിയ പരാതികൾ 3 എണ്ണമാണ്. ഇതിൽ പ്രധാനമായി വന്ന കേസുകളിൽ ഒന്ന് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെൻറ്റർ കായംകുളത്ത്, അതിൽ വിദ്യാർത്ഥികൾക്ക് 2017 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പൂർത്തിയാക്കിയിട്ടും കോഴ്സ് കമ്മീഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അത് മാർച്ച് 31-നകം സർട്ടിഫിക്കറ്റ് നൽകാം എന്ന് സ്റ്റഡി സെൻറ്റർ അധികൃതർ കമ്മീഷൻ മുമ്പാകെ ഈ അദാലത്തിൻ്റെ ഭാഗമായി ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ചെറുമുഖയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത ഒരു സംഭവത്തിൽ അവരുടെ സഹോദരി നൽകിയൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തുടരന്വേഷണത്തിന് നടത്താൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവിയോട് ഈ അദാലത്തിൻ്റെ ഭാഗമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, BSc നഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിച്ച് അഡ്മിഷൻ നൽകാതെയും പണം ചീറ്റ് ചെയ്ത കേസുണ്ടായിരുന്നു. ഇങ്ങനെ 1-2 പരാതികൾ ഈ സാമ്പത്തികമായ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇത്തരം കേസുകളാണ് പൊതുവിൽ ഈ അദാലത്തുമായി ബന്ധപ്പെട്ട് പരിഹരിച്ച് കമ്മീഷൻ കേട്ടത്. ഇതിൽ പൊതുവിൽ യുവജന കമ്മീഷന് പറയാനുള്ളത്, അത് കഴിഞ്ഞ കാലത്ത് നടന്ന അദാലത്തും അതോടൊപ്പം തന്നെ ചില കമ്മീഷൻ മുമ്പിൽ വരുന്ന പരാതികളിലും പ്രധാനമായും വരുന്ന കേസുകളിൽ ഒന്ന് ഈ സാമ്പത്തിക തട്ടിപ്പ് ചെന്ന് വീഴുകയാണ്.